സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കും തുടങ്ങി. മേഘന മുരളി വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘന, ഗുഡ് മോർണിംഗ്. അപ്പോൾ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ മഴ ഉണ്ടോ എന്നറിയില്ല, ഇല്ലെന്ന് തോന്നുന്നു. മഴയില്ല. ബാക്കി സ്ഥലങ്ങളിലെ മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? വരും ദിവസങ്ങളിലെ മഴയുടെ ശക്തി കൂടുവോ കുറയുവോ, എന്താ പറയുന്നത്? ഹാഷ്മി, തലസ്ഥാനത്ത് ഏത് നിമിഷവും മഴ പെയ്യാമെന്നുള്ളൊരു സാഹചര്യമാണ്. ഇതാ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് തലസ്ഥാനത്ത്. പക്ഷേ മഴ മുന്നറിയിപ്പ് തിരുവനന്തപുരം ജില്ലയിലില്ല. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് നിലവിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ 5 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. നാളേക്ക് ശേഷം മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് മഴ കുറയുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കാരണം കാലവർഷം നേരത്തെ തന്നെ ആദ്യ 2 ആഴ്ച ശക്തമായി, പിന്നീട് അതിന്റെ തോത് കുറയുമെന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. മാത്രമല്ല എൽനിനോ പ്രതിഭാസം ഇത്തവണത്തെ കാലവർഷത്തെ ബാധിക്കുമെന്നുള്ള കാര്യം കൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഈ എൽനിനോ പ്രതിഭാസം പസഫിക് സമുദ്രത്തിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ മുതൽ മഴയുടെ തോത് കുറയുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നാളെ 5 ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. മറ്റന്നാൾ മുതൽ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വരെയാണ് ആ വിലക്ക് തുടരുക. അതിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഇനി മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിലും ജാഗ്രത പാലിക്കണം. കാരണം കാലവർഷമാണ്, ഏത് നിമിഷവും മഴ പെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക. മലയോര മേഖല, തീരദേശ മേഖല, അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലും ഏത് നിമിഷവും വെള്ളം കെട്ടാൻ സാധ്യതയുള്ള മേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.